ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രവീന്ദ്രൻ കാണാതായ പൈസ അന്വേഷിച്ച് അങ്ങനെ നടക്കുവാണേ. ചന്ദ്രയോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, നീ എൻ്റെ കാശ് കണ്ടോ? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഷെൽഫിൽ വല്ലതും വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ അവിടേക്ക് നോക്കുന്നു. ഈ ടൈമിലാണ് മോളിൽ നിന്നും സുധി ഇറങ്ങി വരുന്നത്. സുധീനെ കാണുമ്പോൾ തന്നെ ചന്ദ്രക്ക് കാര്യം മനസ്സിലാവും, പൈസ അടിച്ചു മാറ്റിയത് സുധിയാണെന്നുള്ളത്. അപ്പോൾ തന്നെ ചന്ദ്ര പറയും, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് പുറത്ത് പോയായിരുന്നില്ലേ, അപ്പോൾ വല്ല പൈസയൊക്കെ എടുത്ത് ചിലവാക്കി കാണും. അയാൾ ഒരു നയാ പൈസ എടുക്കത്തില്ലല്ലോ, എല്ലാ കാശും നിങ്ങളല്ലേ ചിലവാക്കുന്നത്, ചിലവാക്കുന്നതിനൊരു കണക്ക് പോലും നിങ്ങൾ വെക്കാറില്ല, അങ്ങനെ എടുത്ത് ചിലവാക്കിയിട്ടുണ്ടാവും, എന്നിട്ട് ഇവിടെ കിടന്ന് അന്വേഷിച്ച് നടക്കുവാന്നൊക്കെ രവീന്ദ്രനോട് പറയും. അപ്പോൾ രവീന്ദ്രൻ സുധി ഇങ്ങനെ പുറത്തോട്ട് പോകുമ്പോഴേക്ക് രവീന്ദ്രൻ വിളിക്കും സുധി. അപ്പോൾ സുധിക്ക് പേടിയാവും, ഇനി അച്ഛനെ മനസ്സിലായോ ഞാൻ പൈസ എടുത്തെന്നുള്ള കാര്യം. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എടാ നിൻ്റെ കയ്യിലൊരു ചേഞ്ച് ഉണ്ടാവോ 500 രൂപക്ക്? അപ്പോൾ സുധി പറയും, അച്ഛാ എൻ്റെ കയ്യിലൊന്നുമില്ല, ഇപ്പം എല്ലാം ഗൂഗിൾ പേ അല്ലേ, കയ്യിലാരാ പൈസ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെട്ടിക്കൊണ്ടിങ്ങനെ പോകുവാണ് പേടിച്ചിട്ട് സുധി ഓഫീസിൽ ഇൻ്റർവ്യൂവിനായിട്ട്. അപ്പോൾ ആ സംഭാഷണം അങ്ങനെ അവിടെ അച്ഛൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെ തീരുന്നതാണ്. എന്നാലും ആ പൈസ എവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി നല്ല സന്തോഷത്തിലാണ്. ശ്രുതി ഇൻ്റർവ്യൂവിന് പോയതുകൊണ്ട് തന്നെ അത് കൂട്ടുകാരിയായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാ ജോലിയും എടുക്കാനുള്ള മനസ്സ് ശ്രുതിക്കുണ്ടല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ബീരാനിക്ക അദ്ദേഹം വളരെ പെടുത്തുന്നുണ്ട്, ചാൻസ് ചോദിച്ചുകൊണ്ട് എപ്പോഴാ സിനിമ ഷൂട്ടിങ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷനാവും. അപ്പോൾ കൂട്ടുകാരി പറയും, നീ വിഷമിക്കണ്ട, ബീരാനിക്കൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്, സിനിമ ഷൂട്ടിങ്ങാന്ന് പറഞ്ഞാൽ നവീൻ ദാസിനെ ബീരാനെ കൊണ്ട് ഇടിപ്പിച്ചാലോ, ബീരാനാകുമ്പോൾ നല്ല ഇടി കൊടുത്തോളാം. അപ്പോൾ ശ്രുതി പറയും, വേണ്ട, ബീരാനെങ്ങാനും അയാളെ ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, നവീൻ ദാസിനെ ഒതുക്കാനുള്ള വേറെ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്, നീ ബീരാൻ്റെ കാര്യം നോക്കിയാൽ മതി, ബീരാൻ സച്ചിയുടെ കണ്ണിലൊന്നും പെടാണ്ട് നോക്കണം, അല്ലെങ്കിൽ തന്നെ സച്ചിക്ക് ഇപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടെന്നാണ് ശ്രുതി പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് സുധി ഇൻ്റർവ്യൂവിനിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ രണ്ടുപേരും കൂടിയുണ്ട് വേറെ ഇൻ്റർവ്യൂവിനായിട്ട്. സുധിയാണെങ്കിൽ അവരോട് സംസാരിച്ച് അവരുടെ മാനസിക നില തകർക്കുവാണ്. അവരോട് പറയുവാണ്, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അവർ പറയും, എന്നിട്ട് എന്താ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ജോലി എനിക്ക് കിട്ടണ്ടേന്ന് പറഞ്ഞ് അവരോട് പറയുവാണ്. എന്നിട്ട് അവരുടെ ഫയലൊക്കെ മേടിച്ച് അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് പറയും, ഓ ഇതൊക്കെ ക്വാളിഫിക്കേഷൻ കുറവാണല്ലോ, ഇയാൾക്കാണെങ്കിൽ എക്സ്പീരിയൻസും ഇല്ല സ്കിൽസും ഇല്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ കുറച്ച് തരം താഴ്ത്തി കാണുവാണ്. എന്നിട്ട് സുധിയുടെ കാർഡ് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ ആ സുധിയുടെ പഠിപ്പൊക്കെ കണ്ടിട്ട് ഞെട്ടുവേ, കണ്ടോ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് നേടിയതാ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മളിൽ 3 പേരിൽ ഈ ജോലി ആർക്ക് കിട്ടും? അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് സുധിക്കുള്ള ജോലിയാണെന്ന്. അങ്ങനെ അവരവിടെ നിന്നും പോകുവാണ്. എന്നിട്ട് ഇൻ്റർവ്യൂക്കാരാണെങ്കിൽ ഉള്ളിലോട്ട് സുധിയെ വിളിക്കും. അപ്പോൾ സുധി ഇൻ്റർവ്യൂവിനായിട്ട് അകത്തോട്ട് പോകുവാണ്. ഇൻ്റർവ്യൂ ചെയ്യുന്നവർ സുധിയുടെ ക്വാളിഫിക്കേഷനിലൊക്കെ തൃപ്തരാണ്. അവർ പറയും, നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുധി പറയും, എൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പോലും ഉണ്ടാവില്ല, എൻ്റെ കഴിവ് വെച്ച് നിങ്ങളെക്കാളും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കേണ്ടതാണ് ഞാൻ, പക്ഷേ എൻ്റെ സമയം ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും അവർ പറയും, ഞങ്ങൾ സുധിയെ ബയോഡാറ്റ കണ്ടപ്പോൾ തന്നെ ഈ ജോലിയിൽ സെലക്ട് ചെയ്തു, കാനഡയിലോട്ടാണ് റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷം. കാനഡയിലോട്ടോ, അപ്പോൾ ഞാൻ അവിടെയാണോ ജോലി ചെയ്യേണ്ടത്, എത്ര രൂപയാണ് എൻ്റെ ശമ്പളം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ ഈ ഏജൻസിനെ പറ്റി സുധിക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ സുധി അതിനെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന വിദേശങ്ങളിലൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, അപ്പോൾ കുറച്ച് കാശ് നമുക്ക് അതിന് മുമ്പ് അടക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ സുധി പറയും, എത്ര രൂപ അടക്കേണ്ടത്, 200 300, ഞാൻ ഇപ്പോൾ തന്നെ അടക്കാമെന്ന് പറഞ്ഞ് പേഴ്സിൽ നിന്നും കാശൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അവർ പറയും, സുധി എന്താ ഞങ്ങളെ കളിയാക്കുവാണോ, സുധി 14 ലക്ഷം രൂപയാണ് അടക്കേണ്ടത്, 14 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ സുധിക്ക് ജോലി റെഡിയാന്ന് പറയും. അപ്പോൾ സുധി പറയും, 14 ലക്ഷം രൂപയോ, ഞാനിത് എങ്ങനെ ഉണ്ടാക്കാനാ? അപ്പോൾ അവർ പറയും, സുധിയുടെ അവിടുത്തെ 3 മാസത്തെ ശമ്പളം തന്നെ 14 ലക്ഷം രൂപ വരും, ഇതൊക്കെ ഈസി ആയിട്ട് കെട്ടാം എന്നൊക്കെ പറയുമ്പോൾ സുധി പറയും, എന്നാലും 14 ലക്ഷം രൂപ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കെട്ടിയാൽ മതിയോ എന്ന് പറയുമ്പോൾ അവർ കളിയാക്കുവാണ്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊന്നല്ല, റെഡി ക്യാഷ് ആയിട്ട് നമുക്ക് തന്നെ. അപ്പോൾ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ സുധിക്ക് കാനഡയിലോട്ട് പോകാമെന്ന് പറയുവാണ് അവർ. അപ്പോൾ സുധി പറയുന്നുണ്ട്, 14 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാനത് ബാങ്കിലിട്ട് സുഖമായിട്ട് വീട്ടിലിരിക്കത്തില്ലേ, പണിക്ക് പോകുമെന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ സന്തോഷവും സങ്കടവും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോഴേക്കും വീട്ടിൽ വെച്ച് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ വിശന്നിരിക്കല്ലേ, വന്ന് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ശ്രുതി പറയും, ശ്രുതി ഇപ്പോൾ വരുമല്ലോ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്, അപ്പോൾ ഒന്നിച്ച് കഴിക്കാം ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും രവിയും സച്ചിയും കൂടി വരുവാണ്. ഇൻ്റർവ്യൂവോ, അപ്പോൾ അവൻ ആ ജോലിയും വിട്ടോ എന്ന് ചോദിക്കുവാണ് ശ്രുതിയോട്. അപ്പോൾ അച്ഛനും ചോദിക്കും, എന്താ മോളെ അവൻ ആ ജോലിയും വിട്ടോ? അപ്പോൾ ചന്ദ്ര പറയും, ഇന്നാണ് അവൻ ജോലി വിട്ടതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഒരു ഫോറിൻ ഏജൻസിയിൽ നിന്ന് ശ്രുതിക്ക് കോൾ ലെറ്റർ വന്നു, അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ജോലി വിട്ടതെന്ന് ശ്രുതി പറയുന്നുണ്ട്.
ഈ ടൈമിലാണ് ശ്രുതി കയറി വരുന്നത് വീട്ടിലോട്ട്. ശ്രുതി കയറി വരുന്നതും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോനെ, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി രഹസ്യമായിട്ട് ചെവിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ചന്ദ്ര സന്തോഷിക്കും, ഭയങ്കരമായിട്ട് സന്തോഷിക്കും. സത്യമാണോ മോനെ എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടി ശ്രുതി ചെവിയിൽ രഹസ്യമായിട്ട് പറയും. അത് കേട്ട് ചന്ദ്ര പൊട്ടിക്കരയുവാണ്. എന്താ നടക്കുന്നതെന്ന് അറിയാതെ അച്ഛനും രേവതിയും സച്ചിയും ശ്രുതിയൊക്കെ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. എന്തിനാണ് അമ്മയെ കരയുന്നത്, എന്താ കാര്യം എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോഴും ചന്ദ്ര, ഇതിനാണോ ഞാനിവനെ വളർത്തിയത്, ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ കരയുവാണ്. അപ്പോൾ ശ്രുതി നേരെ ശ്രുതിയോട് പോയി പറയും, എനിക്ക് ജോലി കിട്ടി ശ്രുതി. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവേ. ശരിയാണോ ശ്രുതി, സത്യമാണോ ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, സത്യമാണ്. അപ്പോൾ സച്ചി പറയും, ഓ അതിനാണോ ഈ കിടന്ന് കരയുന്നത്, എന്ത് ജോലിയാ? അപ്പോൾ ശ്രുതി പറയും, നിങ്ങളെപ്പോലെ നക്കാപ്പിച്ച ശമ്പളമുള്ള ജോലി, ലക്ഷങ്ങളാ എനിക്ക് ശമ്പളം എന്നൊക്കെ പറയുമ്പോൾ സച്ചിയൊക്കെ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ചന്ദ്ര അതിന് ഇത്ര കരയുന്നത്, എന്താ കാര്യം, അവനത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോൾ ചന്ദ്ര പറയും, ദൈവം ഇപ്പോഴാണ് അവനെ കണ്ണു തുറന്ന് കണ്ടതെന്ന് തോന്നുന്നു, പക്ഷെ അവന് ജോലി കിട്ടിയിരിക്കുന്നത് എനിക്കത് ഓർക്കാൻ വയ്യ, ഇതിനാണോ എൻ്റെ കൺവെട്ടത്തിന് ഞാനിവനെ എങ്ങനെ കാണും എന്ന് പറഞ്ഞ് ചന്ദ്ര ഇമോഷണൽ ആകുവാണ്. അപ്പോഴാണ് ശ്രുതി പറയുന്നത്, എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് കാനഡയിലാണെന്ന് പറയുമ്പോൾ ശ്രുതി സന്തോഷം കൊണ്ട് അങ്ങോട്ട് ചിരിക്കുവാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നെട്ടി, സച്ചിയും രേവതിയും ഞെട്ടിയിട്ടുണ്ട്. അച്ഛനും സന്തോഷമായി ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.